أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فرأيتم اللات والعزى ومناة الثالثة الأخرى ألكم الذكر وله الأنثى تلك إذا قسمة ضيزى إن هي إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن يتبعون إلا الظن وما تهوى الأنفس ولقد جاءهم من ربهم الهدى أم للإنسان ما تمنى فلله الآخرة والأولى. വേറൊരു വിഷയത്തിലേക്ക് വരികയാണ്. ഇപ്പൊ ഇതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ്, ആകാശാരോഹണം, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത്. നമ്മൾ അറിയാത്തൊരു ഡീറ്റെയിൽസ്. സാധാരണഗതിയിൽ മിഅ്റാജിന്റെ രാത്രിയിലുള്ള സഞ്ചാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറപ്പെട്ടതും മസ്ജിദുൽ അഖ്സയിൽ എത്തിയതും മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശാരോഹണം നടത്തിയതും അവിടുന്ന് ഓരോ ആകാശത്ത് പോകുന്നതും ഒക്കെയാണ്. അതിന്റെ അപ്പുറത്തേക്ക് ജിബ്രീലുമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റിനെ കുറിച്ചിട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഇതിന്റെ മുമ്പ്. അടുത്തത് അള്ളാഹുവിനെ കുറിച്ച്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് വേറൊരു സംഗതിയിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ഈ ഒരു ആയത്ത് ഖുറൈശികൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ആയത്താണ്. കാരണം അവരുടെ ദൈവങ്ങളെ അള്ളാഹു പരാമർശിച്ചു എന്നുള്ളതാണ്. അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ, ലാത്തിനെയും ഉസ്സയെയും കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അഫറഅയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് അർത്ഥം. നിങ്ങൾ കണ്ടില്ലയോ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് അർത്ഥം. അല്ലാത്ത് വൽ ഉസ്സ, ലാത്തിനെയും ഉസ്സയെയും കുറിച്ച്. വമനാത്ത സാലിസത്തൽ ഉഖ്റ, മൂന്നാമതായിട്ടുള്ള മനാത്ത്, മനാത്ത് എന്നതിനെ കുറിച്ച്. അപ്പൊ മനാത്ത് എന്നുള്ളത് വേറൊരു മൂന്നാമത്തെ ഒരു മൂന്നാമത്തെ ഒരു ബിംബമാണ് മനാത്ത്. അപ്പൊ ലാത്ത ഉസ്സ മനാത്ത്. അലക്കു മുദ്ദക്കറു വലഹുൽ ഉൻസ, നിങ്ങൾക്ക് ആണുങ്ങളും അവന് പെണ്ണുങ്ങളും അല്ലെ? നിങ്ങൾക്ക് ആണുങ്ങളും അവന് പെണ്ണും, അല്ലെങ്കിൽ ആൺകുട്ടികളും അവന് പെൺകുട്ടികളും അല്ലെ? തിൽക്ക ഇദൻ ഖിസ്മത്തുൻ ലീസ, അങ്ങനെയാണെങ്കിൽ അത് വളരെ മോശമായ, അന്യായമായ ഒരു പങ്കുവെക്കലാണ്. ഞാൻ വിശദീകരണത്തിലേക്ക് വരാം. ഇൻഹിയ ഇല്ല അസ്മാഉൻ സമ്മൈതുമുഹ, ഇതൊക്കെ തന്നെ നിങ്ങൾ പറയുന്ന ചില പേരുകളല്ലാതെ അല്ല. അന്തും ആബാഉക്കും, നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും പറയുന്ന ചില പേരുകളാണ് ഇതൊക്കെ. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹു അതിനൊരു തെളിവും ഇറക്കിയിട്ടില്ല. ഈ യത്തബിഊന ഇല്ലല്ലന്ന, അവർ ഊഹത്തെ പിന്തുടരുകയാണ്. വമാ തഹുവൽ അൻഫുസ്, അവരുടെ ഹവകൾ തോന്നിപ്പിക്കുന്ന, അവരുടെ മനസ്സുകൾ തോന്നിപ്പിക്കുന്നതിനെയും പിന്തുടരുകയാണ് അവർ. വലഖദ് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദ, എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിങ്കൽ നിന്നുള്ള ഹുദ, മാർഗദർശനം അവർക്ക് വന്നെത്തിക്കഴിഞ്ഞിരിക്കും. അംലിൽ ഇൻസാനി മാ തമന്ന, അതല്ല, മനുഷ്യൻ എന്താണ് ആഗ്രഹിക്കുന്നത് അതാണ് സത്യമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെയായിരിക്കും സത്യം എന്ന് മനുഷ്യന് തോന്നുന്നുണ്ടോ? ഫലില്ലാഹിൽ ആഖിറത്തു വൽ ഊല, എന്നാൽ ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും
നാഥൻ അല്ലെങ്കിൽ ഇഹലോകവും പരലോകവും അള്ളാഹുവിനുള്ളതാകുന്നു. ഇനി നമ്മൾ വിശദീകരണത്തിലേക്ക് വരാം. ഫറഅയ്തും ലാത്ത, ലാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്സ, മനാത്ത, ഈ മൂന്നെണ്ണം ഖുറൈശികളുടെ പ്രബലമായ ദൈവങ്ങളായിരുന്നു. ലാത്ത, ഉസ്സ, മനാത്ത, ഇതൊക്കെ ഓരോ ഗോത്രങ്ങളുടെ ദൈവങ്ങളാണ്. ഉദാഹരണം പറയണെങ്കിൽ ലാത്ത് സഖീഫ് ഗോത്രത്തിന്റെ, അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിലേക്ക് പോയില്ലേ, തായിഫില് സഖീഫ് ഗോത്രത്തെ സഹായം ചോദിച്ചുകൊണ്ട് പോയല്ല. അപ്പൊ ആ തായിഫിലെ സഖീഫ് ഗോത്രത്തിന്റെ ആരാധ്യനാണ് ലാത്ത്. ഈ കബയില ഉണ്ടായിരുന്നോ അത് വേറെ വിഷയം. പക്ഷെ ലാത്ത് സഖീഫ് ഗോത്രത്തിന്റെ ആരാധ്യ ഇതായിരുന്നു, ബിംബമായിരുന്നു. അതുപോലെ തന്നെ ഉസ്സ, മനാത്ത, ഉസ്സ വേറൊരു ഗോത്രത്തിന്റെ ആയിരുന്നു. മനാത്ത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു ഗോത്രത്തിന്റെ, ഈ തായിഫിൽ നിന്ന് വരുന്ന വഴിക്കുള്ള ഒരു ഗോത്രത്തിന്റെ. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത ഗോത്രങ്ങളുടേതായിരുന്നു. കാബയിലും ചിലപ്പം അതിന്റെ പ്രതിബിംബങ്ങളാണ്. കാബ ഈ പറഞ്ഞ എല്ലാ ഗോത്രങ്ങളെയും പ്രതിനിധീകരിക്കുന്നുണ്ട്, അവരെല്ലാവരുടെയും കാബയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിനിധാനങ്ങൾ കാബയിലുണ്ടോ. പക്ഷെ യഥാർത്ഥത്തിൽ ഓരോന്നും ഓരോ ഗോത്രങ്ങളുടെ ആയിരുന്നു. അതുപോലെ വദ്, സുവാ, യഹൂസ്, യഹൂക്ക്, നസ്ർ, ഇവയൊക്കെ വ്യത്യസ്ത ഗോത്രങ്ങളിൽ ഉണ്ടായിരുന്നു. യമനിലും ജിദ്ദയിലും ഒക്കെ ആയിട്ട് ഖത്ഫാൻ, മറ്റു വ്യത്യസ്ത ഗോത്രങ്ങളിലായിട്ട് ഇവരൊക്കെ ഓരോന്നിനെ വെച്ച് പൂജിച്ചിരുന്നു. അപ്പോ യഥാർത്ഥത്തില് ഇവരുടെ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിഭീകരമായിരുന്നു. അതിഭീകരം എന്ന് വെച്ചാൽ ഈ സഖീഫ് ഗോത്രത്തിലെ ഒരാള്, സഖീഫ് ഗോത്രത്തിലല്ല, ഉസ്സയുടെ ഗോത്രത്തിലെ ഒരാള് മരണസന്ദർഭത്തിൽ അബൂലഹബ് അയാളെ സന്ദർശിക്കുന്നുണ്ട്. അപ്പൊ അയാൾ കരഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവർക്കും മരണമുള്ളതല്ലേ, പിന്നെ എന്തിനാ കരയണത്? മരിക്കണ്ടേ, എല്ലാവരും മരിക്കണ്ടേ, കരഞ്ഞിട്ടെന്താ കാര്യം? അപ്പോ അയാൾ പറഞ്ഞത്, മരിക്കുന്നതിലല്ല എന്റെ സങ്കടം, മറിച്ച് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഉസ്സക്ക് ആരും ഉണ്ടാവില്ലല്ലോ. ആരെ? ഉസ്സയെ ആരാധിക്കാൻ ആരും ഉണ്ടാവില്ല, അതാണ്. അപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഉസ്സയെ ആരാധിക്കാൻ ആരും ഉണ്ടാവില്ല, അതാണ് എന്റെ സങ്കടം. അപ്പൊ ഉസ്സയെ ആരാധിക്കുക എന്നുള്ളതാണ് അയാളുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അതുണ്ടാവില്ല, അവരുടെ അറ്റാച്ച്മെന്റ് അങ്ങനെയാണ്. അതുപോലെ വേറെ ലാത്തയെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വിദ്വേഷമായിരുന്നു. ലാത്തിനെ ഉസ്സയെ ഒന്നും പറയാൻ പാടില്ല. ഈ ലാത്ത എന്ന് പറയുന്നത് പല അഭിപ്രായങ്ങളുണ്ട്. ചിലവർ പറയുന്നത് ഒരു സ്ത്രീ ആയിരുന്നു. ഏതോ ഒരു കാലഘട്ടത്തിൽ പിന്നെ ഒരു യോദ്ധാവോ പടയാളിയോ ഒക്കെ ആയ ഒന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നു അത് ഒരു സ്ത്രീ രൂപമായിരുന്നു, ഗോഡായിരുന്നു. അല്ല, ചിലർ പറയുന്നുണ്ട് അല്ല, ഇത് എന്റെ ചിത്രങ്ങൾ നോക്കിയപ്പോ സത്യത്തിൽ പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാവണില്ലേ, ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാവണില്ല, ആ രൂപത്തിലുള്ളത്. അപ്പൊ ഇവരോടൊക്കെ ഇത്രയും വലിയ അറ്റാച്ച്മെന്റ് ഇവർക്കുണ്ടായിരുന്നു. മൂന്നാമതായിട്ടുള്ള മനാത്ത സാലിസത്തുൽ ഉഖ്റ, ഇതിൽ ഹുബിലിനെ പറഞ്ഞിട്ടില്ല. കാരണം ഹുബില് അറബികളുടെ ദൈവമായിരുന്നില്ല,